വിനയം സേവനം നൽകുന്നു. ഗുരു സേവനം അറിവ് നൽകുന്നു. അറിവ് വിരക്തി നൽകുന്നു. വിരക്തി മോക്ഷം നൽകുന്നു. ചിന്താ വിഷയത്തിലെ ഇന്നത്തെ ഉദ്ധരണിയിൽ സൂചിപ്പിച്ച കാര്യങ്ങൾ ഇന്നത്തെ കാലത്ത് പ്രാവർത്തികമാകുമെന്നൊന്നും യാതൊരു ഉറപ്പുമില്ല. എളിമ, ഗുരുപൂജ, വിരക്തി, മോക്ഷം തുടങ്ങിയ ഇത്തരം പദങ്ങളും ആചരണങ്ങളും ഒരു കാലത്ത് നമ്മുടെ സംസ്കാരത്തിൻ്റെ ഭാഗമായിരുന്നു. ജനപദങ്ങൾ വികാസം പ്രാപിക്കുന്നതിനോടൊപ്പം തന്നെ പൗരാണിക കാലം മുതൽ ഭാരതത്തിലെ ജനങ്ങൾ അനുഷ്ഠിച്ചു വന്നിരുന്ന സാംസ്കാരിക ഔന്നത്യത്തിന് വേണ്ടിയുള്ള ചര്യകളും നിഷ്ഠകളും ചുരുങ്ങിക്കൊണ്ടേയിരിക്കുകയായിരുന്നു. രാജ്യത്തെ ജനങ്ങളുടെ സമാധാനവും സന്തോഷവും പുരോഗതിയും ആ രാജ്യത്തിൻ്റെ സാംസ്കാരികമായ അടിത്തറയിൽ പണിതുയർത്തിയതാണ്. ഒരു രാജ്യത്തെയും ജനങ്ങളെ നശിപ്പിക്കാൻ രാജ്യത്തിനകത്തും പുറത്തുമുള്ള ശത്രുക്കൾ ആദ്യം ചെയ്യുന്നത് ആ രാജ്യത്തിൻ്റെ സംസ്കാരത്തെ വേരോടെ പിഴുതെറിഞ്ഞുകൊണ്ടാണ്. അത്തരം ശ്രമങ്ങൾ ഇപ്പോഴും രാജ്യവ്യാപകമായി നടന്നുകൊണ്ടിരിക്കുകയാണ് എന്ന് പ്രത്യേകിച്ച് പറയേണ്ടതില്ലല്ലോ. അതിൻ്റെയൊക്കെ ഭാഗമായി മനുഷ്യൻ അവനിലെ എളിമയും വിനയവും പരസ്നേഹവും ഒക്കെ മറന്നുകൊണ്ടിരിക്കുന്നു. ഇന്ന് മറ്റൊരാളെ സേവിക്കുന്നത് പോലും പ്രശസ്തിക്ക് വേണ്ടിയാണ്. ഏറ്റവും വിനയത്തോടെ ജീവിച്ചാൽ മറ്റുള്ളവർ നമ്മളെ സേവിക്കാൻ പഠിക്കില്ല. അതുപോലെയാണ് ഗുരുക്കന്മാരെ ആദരിക്കുന്നതും സേവിക്കുന്നതും. ഗുരുകുല സമ്പ്രദായ വിദ്യാഭ്യാസം നിലനിന്നിരുന്ന കാലഘട്ടത്തിലും അതിനുശേഷമുള്ള ഏതാനും നൂറ്റാണ്ടുകൾ വരെയും, എന്തിനധികം ഏതാനും പതിറ്റാണ്ടുകൾ മുമ്പ് വരെയും ഗുരുക്കന്മാരെ, അധ്യാപകരെ നമ്മളൊക്കെ ബഹുമാനിച്ചിരുന്നു. അങ്ങനെ ആദരിച്ചൊരു തലമുറ ഇവിടെ ഉണ്ടായിരുന്നു. ഗുരുപൂജയിലൂടെ അറിവിൻ്റെ അക്ഷയക്കനി നമുക്ക് തുറന്നു കിട്ടുമായിരുന്നു. ഇന്നാകട്ടെ ഗുരുത്വമില്ലായ്മയുടെയും ഗുരുശാപത്തിൻ്റെയും തീഷ്ണജ്വാലകളേറ്റ് വാടിക്കരിഞ്ഞ ബുദ്ധിയുമായി എന്ത് ചെയ്യാനും മടിക്കാത്ത തലതിരിഞ്ഞ തലമുറയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഗുരുവിൻ്റെ പാദപൂജ ചെയ്ത് ഗുരുവന്ദനം നടത്തി അനുഗ്രഹാശീർവാദം നേടി ജ്ഞാനത്തിൻ്റെ പടവുകൾ കയറിയ ആ തലമുറ ഒടുവിൽ വിരക്തിയിൽ അഭിരമിക്കുമായിരുന്നു. ജീവിതാവസാന കാലത്ത് മോക്ഷത്തിലേക്കും നിർവ്വാണത്തിലേക്കുമുള്ള പടവുകൾ ഇറങ്ങാൻ വിരക്തി അവർക്ക് ബലവും ശക്തിയും നൽകിയിരുന്നു. ഇനി വരാൻ പോകുന്ന തലമുറയെങ്കിലും വിനയ സ്വഭാവം ഉള്ളവരാകുവാൻ പരിശ്രമിക്കുക. അധ്യാപകരെ ബഹുമാനിച്ചുകൊണ്ട് അറിവുകൾ സ്വായത്തമാക്കുക. അങ്ങനെ കിട്ടുന്ന അറിവ് ഒരു നാൾ വിരക്തിയിലേക്കും ഒടുവിൽ മോക്ഷത്തിലേക്കും നയിക്കും. അതുമാത്രമല്ല, സ്വന്തം കുടുംബത്തിനും സമൂഹത്തിനും രാജ്യത്തിനും ഓരോരുത്തരും പരസ്പരം താങ്ങും തണലുമാകും. ശുഭദിനം.